അത് ഈ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് തികച്ചും തെറ്റായിട്ടുള്ളതാണ്. നിങ്ങൾ നോക്ക്, ആം ആദ്മി പാർട്ടി BJPക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയല്ലേ? ആ പാർട്ടിയുടെ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും ED കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ആ നടപടിയെ ന്യായീകരിച്ചും പിന്തുണ പ്രഖ്യാപിച്ചും പ്രസ്താവന ഇറക്കി അതിനോടൊപ്പം നിന്ന പാർട്ടിയാണ് ഡൽഹിയിലെ കോൺഗ്രസ് കമ്മിറ്റി, അതിൻ്റെ പ്രസിഡന്റ്. ഡൽഹിയിലെ നിയമനങ്ങൾക്കും ട്രാൻസ്ഫറിനും സർക്കാർ ജീവനക്കാരുടെ അധികാരം സംസ്ഥാന ഗവൺമെന്റിനായിരുന്നു. ആ സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ട്രാൻസ്ഫറൊക്കെ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് അത് കോടതിയിൽ ചോദ്യം ചെയ്തു, സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു ആം ആദ്മി ഗവൺമെന്റ്. സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലിനെ പൂർണ്ണമായും നിരാകരിച്ചു. അത് തെറ്റാണെന്ന് പറഞ്ഞു. സംസ്ഥാനത്തിനാണ് അധികാരമെന്ന് പറഞ്ഞു. ആ അധികാരത്തെ മറികടക്കാൻ ഒരു നിയമനിർമ്മാണം നടത്തി BJP. പാർലമെന്റ് നിയമം പാസാക്കി. ഡൽഹിയിലെ സർക്കാർ ജീവനക്കാരുടെ പോസ്റ്റിംഗ് ട്രാൻസ്ഫർ അധികാരം കേന്ദ്രത്തിൽ നിക്ഷിപ്തമായിക്കൊണ്ടുള്ള നിയമം പാസാക്കി. അതിനെ പിന്തുണച്ച പാർട്ടിയാണ് കോൺഗ്രസ്. നിങ്ങളവരെ എന്ത് നിലപാടാണ് എടുക്കുന്നത്? ഇവിടെ അവരുടെ മുഖ്യ ശത്രു ആരാ? BJP അല്ലല്ലോ, ഇടതുപക്ഷമല്ലേ. BJPയുമായി യോജിച്ചുകൊണ്ടാണല്ലോ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിന് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തെ ശരിയായ നിലയിൽ നിരീക്ഷിച്ചുകൊണ്ട് പോകാൻ സാധിക്കുമോ? അവർ അപകടത്തിൽ നിന്ന് അപകടത്തിലേക്ക് പോവുകയാണ്. ഈ നിലപാടാണ് നിങ്ങൾ ഇന്ത്യയിലും 5 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? എല്ലാ സ്ഥലത്തും ജയിക്കുമെന്നാണ് അതിന്റെ തലേ ദിവസം വരെ വോട്ട് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം വരെ കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞത്. എന്തായിരുന്നു സ്ഥിതി? ദയനീയമായി തോറ്റില്ലേ? എന്തുകൊണ്ടാണ് തോറ്റത്? കോൺഗ്രസിന്റെ തെറ്റായ കണക്കുകൂട്ടലും തെറ്റായ നിഗമനങ്ങളും മറ്റ് പാർട്ടികളെയെല്ലാം ഒഴിവാക്കി ഞങ്ങൾക്ക് വലിയ പിന്തുണയുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയതിൽ ദുരന്തമല്ല അനുഭവിച്ചത്. തെലങ്കാനയിൽ ജയിച്ചത് BJPയെ തോൽപ്പിച്ചിട്ടല്ല, അവിടെ TRSനെയാണ് തോൽപ്പിച്ചത്. TRS 10 കൊല്ലമായി ഭരിക്കുന്നു. ആ ഭരണത്തിനെതിരായിട്ടുള്ള വികാരം അവിടെ ഉണ്ടായത്. കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള തരംഗമൊന്നുമല്ല. കർണാടകത്തിൽ ഉണ്ടായിരുന്നത് BJP വിരുദ്ധ തരംഗമാണ്. അത് ഞങ്ങളുടെ പിന്തുണയാണ് ധരിച്ച് തെറ്റായിട്ടുള്ള നിലപാടുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ സ്വീകരിച്ചു വരികയാണ്. അത് കോൺഗ്രസിന്റെ തകർച്ചക്കും കോൺഗ്രസിന്റെ നയത്തിന്റെ തകർച്ചക്കും ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് സമരം ചെയ്യാനുള്ള അധികാരമുണ്ട്. സമരം ചെയ്തോട്ടെ. പക്ഷെ മറ്റൊരുത്തന്റെ ശരീരത്തിൽ കൈവെക്കാനുള്ള അധികാരം അവർക്കില്ല. പോലീസിനെ ആക്രമിക്കാനുള്ള അധികാരം അവർക്കില്ല. മുളക് പൊടി മുട്ടയുടെ ഈ തോടില്ലേ, അതിനകത്ത് സംഭരിച്ചു വെച്ച് ഒട്ടിച്ചെടുത്ത് ഈ മുളക് പൊടി പോലീസിന് നേരെ എറിയാനും അവർക്ക് അവകാശമില്ല. അതവരാദ്യം മനസ്സിലാക്കണം. ഇതെല്ലാം അവരുടെ പിന്തുണയോട് കൂടിയിട്ടല്ലേ നടക്കുന്നത്. ഇതാണോ രാഷ്ട്രീയ നേതൃത്വം ചെയ്യേണ്ടത്? അതാണ് ചോദിച്ചത്, എന്താ അവരുടെ ഡിമാൻഡ്? ഈ കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തുള്ള പ്രയാസം, ആ പ്രയാസം പരിഹരിക്കാൻ കേരള ഗവൺമെന്റ് കഴിയാവുന്നതെല്ലാം ചെയ്യുന്നു. കേന്ദ്രത്തിന് മുമ്പിൽ നിവേദനം കൊടുക്കുന്നു. ഞങ്ങൾക്ക് അർഹതപ്പെട്ട സാമ്പത്തികമായ അവകാശം ഞങ്ങൾക്ക് പുനഃസ്ഥാപിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്ന നിലപാടെല്ലാം സ്വീകരിക്കുന്നു. മുഖ്യമന്ത്രി പാർലമെന്റ് ചേരുന്നതിന് മുൻപ് ഇവിടെ MP-മാരുടെ യോഗം വിളിക്കും. ആ യോഗത്തിൽ വെച്ച് ഡൽഹിയിൽ നിങ്ങളെല്ലാവരും കൂടി യോജിച്ച് കേരളത്തിന് വേണ്ടി, കേരളത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തണം, നിവേദനം കൊടുക്കണം, പാർലമെന്റിൽ ആവശ്യപ്പെടണമെന്നൊക്കെ ഇവിടെ വിശദീകരിച്ചു തീരുമാനിച്ചു പിരിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള UDF ഒഴികെയുള്ള ഒരു പ്രമേയം തയ്യാറാക്കി UDFകാരെ സമീപിച്ചു. ഒരാളും ആ പ്രമേയത്തോടൊപ്പം നിവേദനം കൊടുക്കാനുള്ള സംഘത്തിൽ പോകാൻ അതിലൊപ്പിടാനോ തയ്യാറായില്ല. ഇടതുപക്ഷ മുന്നണിയുടെ അംഗങ്ങൾ മാത്രമാണ് ഒപ്പിട്ട് നിവേദനം കൊടുത്തത്. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്ന അവഗണന, ആ അവഗണനയ്ക്കെതിരായിട്ട് ഒരു മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ടാൽ എന്താ തെറ്റ്? ഇവിടുത്തെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പണം
ഇവിടെ നമുക്ക് പണം കിട്ടിയാൽ എത്ര ഗുണമാണ്, നമുക്ക് ഇനിയും എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പം അതിനു വേണ്ടിയല്ലേ അവിടെ വാദിക്കേണ്ടത്? അതിന് നിവേദനം കൊടുക്കുന്നതിന് പോലും കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയ UDF-ന്റെ MP-മാർ സന്നദ്ധരല്ല. അവർ ചെയ്യുന്നത് പാർലമെന്റിൽ കേരളത്തിനെതിരായിട്ട് പ്രസംഗിക്കുകയാണ്. ഇതാണ് അവരുടെ സ്ഥിതി. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുതിയ മന്ത്രിമാർ 29-ന് സത്യപ്രതിജ്ഞ ചെയ്യും. നിങ്ങളെല്ലാം ഇടതുപക്ഷ മുന്നണി അവിടത്തേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ഐശ്വര്യസമ്പുഷ്ടമായൊരു കേരളം. 3.5 കോടി മലയാളികളുടെ ജന്മനാടാണ്. നമ്മളിവിടെ എന്നും ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും അനുഭവിച്ച് ജീവിക്കാൻ പറഞ്ഞിട്ടുള്ളവരല്ല. നമുക്കും ശാസ്ത്രരംഗത്തുള്ള നേട്ടങ്ങൾ ഉപയോഗപ്പെടുത്തി വളർന്നു വരണം. പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുമില്ലാത്തൊരു കേരളമാക്കണം. ലോകത്തിൻ്റെ വളർച്ചയിൽ കേരളത്തിനും വളരണം. അതിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും നിങ്ങളുടെ എല്ലാം പിന്തുണയും സഹായങ്ങളും ഉണ്ടാകണം എന്ന് ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി ഞാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്.